ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വചനം എടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 31 മുതൽ 35 വരെ ഒന്ന് വായിക്കുക. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തതിനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഹല്ലേലൂയ. 5 ചോദ്യങ്ങൾ അതിനകത്ത് പൗലോസ് ഈ ഭാഗത്ത് നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ, 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ ഒരു 5 ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ വായിക്കും, ഒന്നും കൂടെ ആദ്യത്തെ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഈ റോമർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ ഒരു ലേഖനമാണ്. ഇതിനകത്ത് നമ്മൾ ഈ ലേഖനം പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ വിശുദ്ധനായ ഒരു അഭിഷിക്തൻ, വലിയ വ്യഭിചാരിയും ഭയങ്കര പാപത്തിനടിമയായ മനുഷ്യൻ മാനസാന്തരപ്പെടാൻ കാരണം ഈ റോമർക്ക് എഴുതിയ ലേഖനമാണ്. ഹല്ലേലൂയ. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു നവോത്ഥാന നായകനാക്കി, ഒരു വലിയ റിവൈവലിസ്റ്റാക്കി മാറ്റിയത് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന വലിയ ഒരൊറ്റ ചെറിയ കുറുവാക്യത്തിനകത്ത് നിന്നാണ് മാർട്ടിൻ ലൂതറിന് ഒരു വലിയ റിവൈവൽ എൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായത്. ഹല്ലേലൂയ. അപ്പോൾ അനേകരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു ലേഖനമാണ്. നമുക്കറിയാം, 21 ലേഖനങ്ങൾക്കകത്ത് 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയതിൽ ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ ന്യായവിധിയുമായി ബന്ധപ്പെട്ട് 1 നമുക്ക് മനസാക്ഷി യുഗം, 2 ന്യായപ്രമാണ യുഗം, 3 ഒരു കൃപായുഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പ് മനസാക്ഷിക്ക് അനുസരിച്ചുള്ള ന്യായവിധിയും അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് അവൻ്റെ മനസാക്ഷിയുമായി ബന്ധപ്പെട്ടാണ് ന്യായവിധി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ന്യായം വിധിക്കുന്നത്? ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പ് മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ. ഹല്ലേലൂയ. അടുത്തിട്ട് പറഞ്ഞ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ. രണ്ടാമത് ന്യായപ്രമാണ കാലഘട്ടത്തിന് ശേഷം ആ കാലഘട്ടത്തിൽ ന്യായവിധി വരുന്നത് ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എഴുതപ്പെട്ട ന്യായപ്രമാണ അനുസരിക്കാത്തവർക്ക് അതിനനുസരിച്ചുള്ള ന്യായവിധി. എന്നാൽ ഇന്നൊരു കൃപായുഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ രക്ഷിതായി സ്വീകരിക്കാത്ത വ്യക്തികളാണ് നിത്യ അഗ്നിയിലേക്ക് പോകുന്നത്, യേശുവിനെ തള്ളി പറയുന്നവർ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുപോലെ തന്നെ ഈ റോമാ ലേഖനത്തിനകത്ത് 5 കാര്യങ്ങളാണ് വ്യക്തമായിട്ട് ഈ ലേഖനത്തിനകത്ത് വരുന്നത്. 1, പാപം. എല്ലാവരും പറഞ്ഞിട്ട് പാപം. ഈ റോമാ ലേഖനം ഇതിൻ്റെ അടിസ്ഥാനപരമായി 5 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത് പാപത്തെക്കുറിച്ച് 1-ാം അധ്യായം 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, ഭയങ്കരമായി പാപത്തിൻ്റെ അടിമയായ മനുഷ്യനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇഴജന്തുക്കളെ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ പാപം നിറഞ്ഞവനായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് നിന്ന് വീണുപോയ മനുഷ്യൻ, അതാണ് പാപിയായ സിൻ. 5 എസ് ആണ്. 1 എസ്, സിൻ. ഹല്ലേലൂയ, പാപം. 2 അതിനുശേഷം സാൽവേഷൻ. 2-ാമത്തെ എസ് സാൽവേഷൻ. പറഞ്ഞത് സാൽവേഷൻ. സിൻ. ആദ്യത്തെ എസ് സിൻ, പാപം. 2-ാമത്തെ എസ് സാൽവേഷൻ. 3-ാമത് സെപ്പറേഷൻ. പ്രൈസ് ദി ലോർഡ്. 4-ാമത് സോവറൈൻ,
അതായത് പരമാധികാരത്തോടു കൂടിയുള്ള ദൈവത്തിൻ്റെ വാഴ്ച. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത് സർവീസ്. 5 S ആണ് ഈ റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സിന്ന്, സാൽവേഷൻ, സെപ്പറേഷൻ, സോവറൈൻ ആൻഡ് സർവീസ്. ഹല്ലേലൂയ. അപ്പോൾ പാപം നിറഞ്ഞ മനുഷ്യൻ, അവന് രക്ഷ കിട്ടുന്നു, സാൽവേഷൻ കൊടുക്കുന്നു. അവൻ പാപത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്നു, സെപ്പറേഷൻ ആകുന്നു. അങ്ങനെ ജീവിക്കുന്നവന് അധികാരത്തോടു കൂടി വാഴുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ മാനവകുലത്തിൻ്റെ അടുക്കൽ ശുശ്രൂഷകനായി ആയിരങ്ങളെ ശുശ്രൂഷിക്കാൻ, അനേകരെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ, അനേകരെ ശുശ്രൂഷിക്കുന്നവരായി, സുവിശേഷ വേല ചെയ്യുന്നവരായി മാറുന്ന ഒരു വിളി. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ 7 റോമർക്കെഴുതിയ 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അവിടെ പറയുകയാണ്, ഞാൻ അരിഷ്ട മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം 3 മനുഷ്യരെ കുറിച്ച്. ഒന്ന് അരിഷ്ട മനുഷ്യൻ. അതേ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു എന്ന മനുഷ്യൻ, പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു, പൂർണ്ണ ദൈവമായ ക്രിസ്തു. അപ്പോൾ ഒന്നാമത് അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ. 2 കർത്താവായ യേശുക്രിസ്തു എന്ന മനുഷ്യൻ. 3 8-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുകയാണ്, ക്രിസ്തുവിലുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. 3 മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന്, നമ്മൾ പാപത്തിലും ശാപത്തിലും തകർന്ന അനുഭവത്തിൽ കടന്ന അരിഷ്ട മനുഷ്യൻ. നമ്മളെ തന്നെ നോക്കി പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അരിഷ്ട മനുഷ്യരാണ്. ഹല്ലേലൂയ. അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ ശാപം പിടിച്ചവനാണ്, ഞാൻ പുഴുവാണ്, ഞാൻ കൃമിയാണ്, ഞാൻ ബലഹീനനാണ്, എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, ഞാൻ മരിച്ചു പോകത്തേ ഉള്ളൂ. അങ്ങനെ തുടങ്ങി നമ്മളെ തന്നെ സ്വയമായി ശപിച്ച് രക്ഷയില്ല, ഒരു സൊല്യൂഷൻ ഇല്ല, നമ്മുടെ ലൈഫിലൊരു വഴിയില്ലാതെ അടയപ്പെട്ട വഴികൾ പകച്ചു നിൽക്കുന്ന മനുഷ്യനായി പൗലോസ് പറയുന്നു. പൗലോസ് എങ്ങനെ നോക്കിയിട്ടും തൻ്റെ ന്യായപ്രമാണം മുഴുവനും അരച്ച് കലക്കി കുടിച്ച ഗമാലിയൻ്റെ അടുക്കലിരുന്ന് ന്യായപ്രമാണം മുഴുവനും പഠിച്ചിട്ടും തനിക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ഒരു അരിഷ്ട മനുഷ്യരാണ്. ഹല്ലേലൂയ. എന്നാൽ അതേ പൗലോസ് അടുത്ത് പറയുന്നു, പാപത്തെ ജയിച്ച, പാപം ചെയ്യാതെ, പ്രൈസ് ദി ലോർഡ്, പാപി എന്ന് മുദ്ര കുത്തപ്പെട്ട് ക്രൂശിക്കപ്പെട്ട പൂർണ്ണനായ മനുഷ്യനായ ക്രിസ്തു. ഹല്ലേലൂയ. എന്നാൽ പിന്നെ പറയുകയാണ്, ആ ക്രിസ്തുവിലുള്ള മനുഷ്യന് ഒരു ശിക്ഷാവിധിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7-ാം അധ്യായം 24-ാമത്തെ വാക്യം പറയുന്നത് ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്നാൽ 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിലുള്ള മനുഷ്യന് ഇനി ഒരിക്കലും ശിക്ഷാവിധിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വെളിപ്പാട് തൻ്റെ ജീവിതത്തിൽ ആദ്യം വന്ന ഭാവിയാണ്, അരിഷ്ട മനുഷ്യനാണ്. പക്ഷെ അടുത്ത നിമിഷം പറയുന്നു, ഞാൻ സാധാ മനുഷ്യൻ. എന്നാൽ യേശുക്രിസ്തുവും പാപം ചെയ്യാതെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ ഇന്ന് യേശുക്രിസ്തു പാപത്തെ ജയിച്ചടക്കി ക്രൂശ് മരണത്തിലൂടെ സകല പാപത്തിൻ്റെയും ഒരു ജയാളിയായി മാറിയതിനു ശേഷം ആ ക്രിസ്തുവിനെ രക്ഷയിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിലുള്ള മനുഷ്യൻ പിന്നെ അരിഷ്ട മനുഷ്യനല്ല, അവൻ ജയാളിയാണ്. അവനിൽ പാപമില്ല, അവനിൽ ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ക്രിസ്തുവിലുള്ള മനുഷ്യന് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. അപ്പോൾ 8-ാമത്തെ അധ്യായം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത് അസാധാരണമായ റെവലേഷനുകൾ, അസാധാരണ പുതിയ നിയമത്തിൻ്റെ അസാധാരണ വെളിപ്പാടുകൾ അകത്തുള്ള ഒരു അധ്യായമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകജാതനായ പുത്രനായ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് തന്ന സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് തന്നെങ്കിൽ ആ പുത്രനോടുകൂടി സകലതും നമുക്ക് തന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വളരെ ആഴത്തിലുള്ള കാര്യം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത്, ഹല്ലേലൂയ, യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം എനിക്കും നിനക്കും അനുകൂലമാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പിന്നെ ആർക്ക് നമ്മുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കാൻ സാധിക്കും? ഇത്രയും വലിയവനായ ദൈവം, ഹല്ലേലൂയ, രക്ഷകനായ ദൈവം, പാപത്തിനെ ജയിച്ചവനായ ദൈവം, മരണത്തെ ജയിച്ചവനായ ദൈവം, ആ ക്രിസ്തു നിന്റെ അകത്ത് വരുമ്പോൾ നീ ശിക്ഷാവിധി ഇല്ലാത്തവനായി മാറിയെങ്കിൽ ഇനിയും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് ദൈവം അനുകൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏകജാതനായ പുത്രനെ യേശുവിനെ നിനക്ക് തന്നവൻ പറയുകയാണ്, നിനക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഹല്ലേലൂയ. വലിയൊരു ചോദ്യമാണ്. നിനക്ക് ദൈവം അനുകൂലമാണ്. ഇത്ര പേർക്ക് പറയാൻ സാധിക്കും, എനിക്ക് ദൈവം അനുകൂലമാണ്.
എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ്. യേശു എനിക്ക് അനുകൂലനാണ്. എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് നിന്നാൽ ഞാൻ ഈ മതിൽ ചാടി കടക്കുമെന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? ഞാൻ ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഈ മതിൽ ചാടി കടക്കും. എൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അനുകൂലമാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം അതിന്റെ 14:8-9 ഒന്ന് വായിച്ചാട്ടെ. എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്നു സത്യം ചെയ്തു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അനുകൂലമായ വലിയൊരു ജാതി ഉണ്ട്, അതാണ് ഇസ്രായേൽ ജനം. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വിശുദ്ധ ജനമായ ഇസ്രായേൽ ജനം അടിമത്ത നുകത്തിനകത്ത് 430 വർഷത്തോളം കിടന്ന് അതിൻ്റെ എല്ലാ കയ്പിൻ്റെ അനുഭവങ്ങളും അനുഭവിച്ചറിഞ്ഞപ്പോൾ ദൈവം, അതുവരെ അവർ വിചാരിച്ച ദൈവം ഞങ്ങൾക്ക് പ്രതികൂലമാണ്. ഹല്ലേലൂയ. ദൈവം ഞങ്ങളോട് കൂടെ ഇല്ല, ദൈവം ഞങ്ങൾക്ക് പ്രതികൂലമായിരിക്കുന്നത് കൊണ്ട് കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഈ അടിമത്ത നുകത്തിനകത്ത് ഞങ്ങൾ കിടക്കുകയാണ്. എന്നാൽ ഒരു നാളിൽ ദൈവം അനുകൂലമായി ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുപോകുമ്പോൾ മോശ, പ്രൈസ് ദി ലോർഡ്, ഒരിക്കൽ കനാൻ ദേശം ചെന്ന് നോക്കുന്നതിന് വേണ്ടി 12 പേരെ തിരഞ്ഞെടുത്ത്, 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് ഹല്ലേലൂയ കനാൻ ദേശത്ത് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച, 12 പേര് കണ്ട കാഴ്ച വലിയ രണ്ട് പേര് നമ്മൾ വന്താണി എന്ന് പറയുന്ന സംഭവം, നമ്മൾ വളരെ ഈസി ആയിട്ട് വന്താണി എന്ന് പറയുന്ന സംഭവമുണ്ട്. തടി എടുത്തുകൊണ്ട് പോകുന്ന 2 പേര്, തോളിൽ ഭയങ്കര തടി എടുക്കുന്നത് 2 ചെറിയ ആൾക്കാരായിരിക്കും, പക്ഷെ അതൊരു ബാലൻസിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, എടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ മുന്തിരി വന്താണിക്ക് എടുത്തുകൊണ്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ഇവിടെ ഒന്നും കാണാത്ത നിലവാരങ്ങളിലുള്ളതാണ് അവിടുത്തെ ഫലമെല്ലാം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാർഷിക വിളകളും ഇസ്രായേലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഭയങ്കരമായ പുഷ്ടിയുള്ളതാണ്. ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് പറയുന്നത് നമ്മൾ ഇസ്രായേലിൽ ചെന്ന് ഇറങ്ങി അവിടെ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാവൂ ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എത്ര വലിയ സത്യമാണ്. ഞാൻ പറയട്ടെ, ഈ ദൈവം സാധാരണ ദൈവമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്ത് വന്നാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കും എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ ഒരു കാര്യം ചെയ്യണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവത്തിൻ്റെ കൂടെ നീ ചേർന്നിരുന്നാൽ, ദൈവം നിനക്ക് അനുകൂലമായി വന്നാൽ, ഞാൻ 100% നിന്നോട് പറയുകയാണ്, നീ ജാതികളെപ്പോലെ അല്ല ജീവിക്കുന്നത്. നിന്റെ ജീവിതം ഭയങ്കര വ്യത്യാസമായിരിക്കും, ഭയങ്കര അനുഗ്രഹമായിരിക്കും. നീ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വിശാലതയും പുഷ്ടിയും പ്രോസ്പെരിറ്റിയും ഉള്ളവരായി നിങ്ങൾ മാറാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ നോക്കുമ്പോൾ 2 വലിയ മല്ലന്മാരെന്ന് തോന്നിക്കുന്ന ആൾക്കാര് വന്താണിക്ക് എടുത്തുകൊണ്ട് വരികയാണ് ഒരു മുന്തിരിക്കൊലയെ. ഹല്ലേലൂയ. ഇവരെ കണ്ടപ്പോൾ തന്നെ ഉറ്റുനോക്കാൻ പോയ ആൾക്കാർ ഭയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വലിയ ഫലത്തെ, മുന്തിരിയെ അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അതെടുത്തുകൊണ്ട് വരുന്നവരെ കണ്ടപ്പോഴേ അവരെ ബോധം പോയി. 10 പേര് പറഞ്ഞു, ഈ ദേശം നമുക്കൊരിക്കലും കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യോശുവയും കാലേബും എന്ന് പറയുന്ന 2 അഭിഷിക്തന്മാര് അവരോട് പറഞ്ഞു, മിണ്ടാതിരിക്കുകൻ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, നെഗറ്റീവ് പറയുന്നവനെ നോക്കി നീ പറയണം, മിണ്ടാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെഗറ്റീവ് പറയും. നീ ഒന്ന് ആത്മാവിൽ ആരാധിക്കാൻ വരുമ്പോൾ, ബൈബിൾ എടുത്ത് വരുമ്പോൾ പലരും നിന്നോട് പറയും, നിനക്ക് എന്തിനാ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി, ആരാധിച്ചിട്ട് എന്ത് കിട്ടി, കൈയടിച്ചിട്ട് എന്ത് കിട്ടി, തുള്ളിയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അവരോട് നീ പറയേണ്ടത്, മിണ്ടാതിരിക്കുക. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. എനിക്ക് ദൈവം അനുകൂലമായി ഇരിക്കുകയാണ്. എനിക്ക് ഹല്ലേലൂയ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ഹല്ലേലൂയ. എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവമക്കളെ, നമ്മുടെ വായി തുറന്ന് നമ്മൾ പറയണം. നിന്റെ നാവ് ഭയങ്കര പവറുള്ളതാണ്.
നീ പറയുന്നതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്നത്. നീ പറയാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതം മാറാത്തത്. ഇന്ന് നിന്റെ ലൈഫിൽ ഇതുവരെയും ആരാധിച്ചിട്ട് ഒന്നും മാറാത്ത സ്ഥിതിയാണെങ്കിൽ അതിന് ഉത്തരവാദി പിശാചല്ല, ദൈവമല്ല, നിന്റെ മനസ്സാണ്, നിന്റെ നാവാണ് അതിന് കാരണം. നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവം ഓൾറെഡി നിന്നെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചു കഴിഞ്ഞു. നീ വിളിച്ചു പറയണം, ഹല്ലേലൂയ, ഇതിന്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ടുള്ളത് കൊണ്ട് അസാധ്യമായിട്ടൊന്നും എനിക്കില്ല, അസാധ്യമായിട്ടൊന്നും എനിക്കില്ല, അസാധ്യമായിട്ട് എനിക്കൊന്നുമില്ല, എനിക്കെല്ലാം സാധ്യം, എനിക്കെല്ലാം സാധ്യം, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ ഈ ദേശം പിടിച്ചടക്കും, ഞാൻ പട്ടണം പിടിച്ചടക്കും. യെസ്, ഹല്ലേലൂയ. എല്ലാം നമുക്ക് സാധ്യം. ഹല്ലേലൂയ, എല്ലാം നമുക്ക് സാധ്യം. അടുത്തിരിക്കുന്ന 3-4 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞു, എല്ലാം സാധ്യം, എല്ലാം നമുക്ക് സാധ്യം. പറഞ്ഞാട്ടെ എല്ലാവരും ശക്തമായിട്ട് പറഞ്ഞു, എല്ലാം നമുക്ക് സാധ്യം. എന്നിട്ട് പറയണം, എന്താ അതിന് കാരണം? എനിക്കും നിനക്കും എല്ലാം സാധ്യമാകാൻ കാരണം നമുക്ക് ദൈവം അനുകൂലമായിട്ടുണ്ട്. ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എനിക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സാഹചര്യങ്ങൾ എന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോയ. പ്രൈസ് ദി ലോർഡ്. നീ കേട്ട ദൂതുകളൊക്കെ ചെറിയ ദൂതുകളാണ്. ആ ദൂത് നിറവേറും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ സ്വന്തമായി സ്ഥലം വാങ്ങിക്കും, നീ വീട് വെക്കും, നീ വാഹനം വാങ്ങിക്കും, നിന്റെ കടഭാരം മാറും, നിനക്ക് തലമുറ ഉണ്ടായി വരും, നിന്റെ തലമുറയുടെ വിവാഹം നടക്കും, നീ ലോക രാജ്യങ്ങളിൽ പോകും, നീ സ്വന്തമായി ഫ്ലൈറ്റ് വരെ വാങ്ങിക്കും. അത് അസാധ്യമല്ല. നിനക്ക് അനുകൂലമായി ദൈവമുള്ളത് കൊണ്ട് നീ ഫ്ലൈറ്റ് വാങ്ങിക്കും. 30 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിക്കും. 30 ഏക്കർ സ്ഥലം ദൈവം അനുകൂലമായതുകൊണ്ട് അത് എത്ര കോടി രൂപയാണെങ്കിലും ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് നമ്മൾ ദേശത്തെ പിടിച്ചടക്കും, പട്ടണത്തെ പിടിച്ചടക്കും, വസ്തുവകകളെ പിടിച്ചടക്കും, ഈ നെടുമങ്ങാടിനെ നമ്മൾ പിടിച്ചടക്കും. ശക്തമായ അന്യഭാഷകൾ പറഞ്ഞ് ശക്തിയോടെ പറഞ്ഞാട്ടെ, ഞാൻ പിടിച്ചടക്കാൻ പോവുകയാണ്. പിടിച്ചടക്കുന്ന കൂട്ടം, പ്രൈസ് ദി ലോർഡ്, പിന്തുടർന്ന് പിടിക്കുന്ന കൂട്ടം. യെസ്, ഞാനത് പിടിച്ചടക്കും. ഞാൻ പട്ടണങ്ങളെ പിടിച്ചടക്കും, ഞാൻ രാജ്യങ്ങളെ പിടിച്ചടക്കും, ഞാൻ ദേശങ്ങളെ പിടിച്ചടക്കും. ഓ, ഞാൻ സകലതും കവരും, ഞാൻ പ്രാപിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഓ ഹല്ലേലൂയ. പിടിച്ചടക്കുന്ന കൂട്ടരാണ് ഇതിനകത്തിരിക്കുന്നവർ. പിടിച്ചടക്കുന്ന കൂട്ടമാണ്. ഓ ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ അഭിഷേകമുള്ളവനാണെന്ന്, നീ ദൈവ സാന്നിധ്യമുള്ളവനാണെന്ന്, നീ ദൈവം നിനക്ക് അനുകൂലമായി നിൽക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ നിന്റെ വിഷയം കണ്ട് നീ ഭയപ്പെടരുത്. അതിനു പകരം നീ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ചിലതിനെ പിടിച്ചടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ ജീസസ്. ഞാൻ ചിലതിനെ പിടിച്ചടക്കാൻ പോവുകയാണ്. നിന്റെ അകത്ത് അത് കത്തുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള ചില ടോർമെന്റുകൾ ഇന്ന് പകൽക്കാലം പൊട്ടി തകർന്ന് നിന്നെ ഉയർച്ച പ്രാപിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന, നന്മ പ്രാപിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന, നിന്നെ നിന്റെ കുടുംബത്തിൽ ശാപത്തിന്റെ അനുഭവങ്ങളിലാക്കിയിരിക്കുന്ന ചിലതിനെ നോക്കിയിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയാണ്, അത് പൊട്ടി തകരാൻ പോവുകയാണ്. ഇതാ ഒരു പുതിയ സീസൺ നീ പ്രാപിക്കാൻ പോവുകയാണ്. നീ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നീ ഉയർച്ച പ്രാപിക്കാൻ പോവുകയാണ്. നിന്റെ മുമ്പിലുള്ള വലിയ കാര്യങ്ങളെ കണ്ട് നീ ഭയപ്പെടരുത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നിന്റെ മുമ്പിലുള്ള മന്ത്രവാദികളെ നീ ഭയമായി വെല്ലുവിളിക്കുന്ന പട്ടണവാസികളെ കണ്ട് നീ ഭയപ്പെടരുത്. ഈ ദേശത്തെ കണ്ട് നീ ഭയപ്പെടരുത്. ഈ ജനത്തെ കണ്ട് നീ ഭയപ്പെടരുത്. ഈ ഗുണ്ടകളെ കണ്ട് നീ ഭയപ്പെടരുത്. ഞാൻ പിടിച്ചടക്കും. വേറൊരാത്മാവുള്ളവനെന്ന് കാലേബിനെ കണ്ട് ദൈവം പറയാണ്, ഇവൻ മറ്റൊരാത്മാവുള്ളവൻ, ഇവൻ സാധാരണ ആത്മാവുള്ളവനല്ല.
പ്രൈസ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച ഒരുപാട് പേര് മാസ്ക് ഇല്ലാതിരിക്കുന്ന സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാസ്ക് ഇല്ലാതെ നിങ്ങളുടെ മുഖം കാണാൻ എന്ന് പറ്റും. ഞാനത് വിട്ടുപോയി. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനിന്നുവരെ മാസ്ക് വയ്ക്ക് നടന്നിട്ടേ ഇല്ല. ഹല്ലേലൂയ. പേരിന് ഇങ്ങനെ ഇട്ടിരിക്കും, പരമാവധി മാസ്ക് വയ്ക്കാറില്ല. മാസ്കിന്റെ അല്ല, കർത്താവിന്റെ മഹത്വം. ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട്, ദൈവം എനിക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഹല്ലേലൂയ. അപ്പൊ കാലേബ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായ ഒരു സ്ഥലത്ത് പറയുകയാണ്, ഇവൻ മറ്റൊരു ആത്മാവുള്ളവനാണ്. കർത്താവിന് തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ടായിട്ട് പറയുന്ന ഒരു പ്രസ്താവനയാണ്, ഈ മനുഷ്യൻ വേറൊരു ആത്മാവുള്ളവനാണ്. അത്രയ്ക്ക് വിശ്വാസം, ഭയങ്കര ഫെയ്ത്ത്. കാലേബും യോശുവയും 2 പേര് പറഞ്ഞു, 10 പേര് പറഞ്ഞു, അയ്യോ ഈ മല്ലന്മാരെ കണ്ടോ, ഈ ദേശം കണ്ടോ? അപ്പൊ കാലേബും യോശുവയും പറഞ്ഞു, എടാ നമ്മളെ 430 വർഷത്തോളം അടിമത്ത നുഖത്തിനകത്ത് കിടന്ന നമ്മെ ചെങ്കടലിനെ വിഭാഗിച്ച് ഫറവോനെ മുക്കിക്കൊന്ന്, പ്രൈസലോ, മരുഭൂമിയിൽ കാടപ്പക്ഷികളെ വിതരണം ചെയ്ത് മന്നയെ പൊഴിപ്പിച്ച് എത്രയോ രാജ്യങ്ങളെ തകർത്ത്, പ്രൈസലോ, എന്നെയും നിന്നെ ഇന്ന് വരെ ഇവിടെ നടത്തിയ പഴയ നിന്റെ ലൈഫിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നീ ഒന്ന് നോക്ക്, നീ ഒന്ന് ധ്യാനിച്ചു നോക്ക്, നീ അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം മരിച്ചിട്ടില്ല. ഈ ഹല്ലേലൂയ, ഈ മല്ലന്മാരെ തോൽപ്പിച്ച് ഈ ദേശം നിനക്ക് തരുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൈസലോ, ദൈവത്തിന്റെ വാക്ക് മാത്രം നീ വിശ്വസിച്ചാൽ മതി. പ്രൈസലോ, ദൈവത്തിന്റെ വാക്ക് മാത്രം നീ വിശ്വസിക്കും. മല്ലന്മാരെ കണ്ട് നമ്മൾ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ജോലിയാണ് നിനക്കത് തരിക എന്നുള്ളത്. നിന്നോട് പറഞ്ഞില്ലല്ലോ മല്ലന്മാരുടെ യുദ്ധം ചെയ്യാനും ബഹളം ഉണ്ടാക്കാനും സമരം ചെയ്യാനും കരവോ ചെയ്യാനും കരയാനും നിലവിളിക്കാനും പറഞ്ഞു. ദൈവം പറഞ്ഞത്, ഞാൻ പാലും തേനും ഒഴുകുന്ന ഈ ദേശം നിങ്ങളുടെ കയ്യിൽ എഴുതി തന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ബൈ ഫെയ്ത്തിൽ, വിശ്വാസത്താൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരേ ഒരു ജോലി. ആമേൻ പറയുക, സ്തോത്രം ചെയ്യുക, വിശ്വസിക്കുക, അത് പ്രാപിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു ദൂത് കേട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ നടക്കുമെന്നല്ല നീ ചിന്തിക്കേണ്ടത്. പറഞ്ഞവൻ വിശ്വസ്തനാണ്, അവൻ സർവശക്തനാണ്. അത് ചെയ്തെടുത്ത് നിന്റെ കയ്യിൽ തരാൻ അവൻ വലിയവനായതുകൊണ്ട് നീ എങ്ങനെ എന്ന് ചോദിക്കരുത്. മറിയോയോട് ദൈവം പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും. അതെങ്ങനെ എന്ന് ചോദിച്ച മറിയ അടുത്ത നിമിഷം പറഞ്ഞു, അടിയനിതാ, ആമേൻ, ഞാനത് പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ പ്രാപിക്കാൻ ഒറ്റ വഴി, ആമേൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, ആമേൻ പറയുക, റിസീവ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ 2 പേര് അവിടെ നിന്ന് പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ആ ദൈവമുണ്ടല്ലോ, അവൻ മരിച്ചിട്ടില്ല. ഇത്രത്തോളം കൊണ്ടുവന്നവൻ ഈ മല്ലന്മാരെ കണ്ട് ഭയപ്പെട്ട് ഓടാനല്ല. ആ ദൈവം ഞങ്ങളോട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇത് പ്രാപിക്കും, ഞങ്ങൾ ഈ ദേശം പ്രാപിക്കും. കാരണം ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ്. അവർ മടങ്ങി വന്ന് പാളയത്തിൽ വന്ന് മോശയോട് പറഞ്ഞു. ഹല്ലേലൂയ. മോശയോട് 10 പേര് പറഞ്ഞു, ആ ദേശം പോകരുത്, നമ്മൾ മരിക്കും. കർത്താവ് പറഞ്ഞു, യൗമാര് ചത്തിട്ടല്ലാതെ ഇനി നിങ്ങൾക്ക് ഈ സ്ഥലം കിട്ടത്തില്ല. പ്രൈസ്. നെഗറ്റീവ് പറയുന്നമാര് കൂടെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഇവരെല്ലാം കുഴിച്ചിടട്ടെ, അതിനുശേഷം ആ വിശ്വാസമുള്ള 2 പേരെയും കൊണ്ട് നമുക്ക് ആ ദേശം പിടിക്കാം. അതാണ് ദൈവത്തിന്റെ പഴയ നിയമത്തിൽ അങ്ങനെയാണ്. ദൈവം പെട്ടെന്ന് തന്നെ ദേഷ്യം എന്ന് പറഞ്ഞ് ഈ നെഗറ്റീവ് പറയുന്നവന്മാരെ ഉടനെ കുഴിയെടുത്തോളാൻ പറയും. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ കുഴികൾ റെഡിയാകട്ടെ, ഇവന്മാരെല്ലാം തട്ടിപ്പോട്ടെ എന്ന് പറയാം. അതാണ് പഴയ നിയമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഉടനെ തന്നെ 10,000-20,000 പേരങ്ങ് ചത്തെന്ന പറയുന്നത് അതിനകത്ത്. ഹല്ലേലൂയ. മരിച്ചതിന് ശേഷം ദൈവം അടുത്തൊരു പുറപ്പാട് അവിടെ ചെയ്തു. ഹല്ലേലൂയ. കാരണം ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നീ തയ്യാറാകണം. നിന്റെ സീസൺ വരുമ്പോഴാണ് ദൈവത്തിന്റെ ദൂത് നിനക്ക് വെളിപ്പെടുന്നത്. നിന്നോടൊരു ദൂത് പറയുമ്പോൾ നീ മനസ്സിലാക്കണം, സക്കറിയാവ് അത്രയും വർഷം കേൾക്കാത്ത ദൂത് എലിസബത്തും സക്കറിയാവും തലമുറയില്ലാത്തവർ. എന്നാൽ ഒരു നിമിഷം, ഒരു ദിവസം ആലയത്തിൽ പോയപ്പോൾ ദൈവത്തിന്റെ അനുകൂലമായ ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുകയാണ്. സീസൺ വന്നു. പറഞ്ഞ ദൂത് സക്കറിയാവ് വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവന്റെ നാവിനെ ദൈവം ബന്ധിച്ചു.
ഹല്ലേലൂയ. നിന്നെ നോക്കി ദൈവാത്മാവ് ഒരു ദൂത് പറയുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് ഇത് എന്റെ സീസണാ. ദൈവം ആരംഭിച്ചു കഴിഞ്ഞു, ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമായി വെളിപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ചാടി പിടിക്കാൻ, അതിനെ ചാടി പിടിക്കാൻ. അതിൽ അവിശ്വസിക്കാതെ അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം ഇന്ന് പകൽ അത് മാറിയിട്ട് നീ വിളിച്ചു പറയണം, ഞാനിത് പ്രാപിക്കും, ഞാനിത് പ്രാപിക്കും. ഇതെങ്ങനെ എങ്ങനെ എന്ന് നീ ചിന്തിക്കരുത്, പറയരുത്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. എത്ര പേർ വിശ്വസിക്കും ദൈവത്തിന് അസാധ്യമായത്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അസാധ്യമായത് ചെയ്യാനാണ് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. മനുഷ്യന് അസാധ്യമായത്, എനിക്കും നിനക്കും അസാധ്യമായത് ചെയ്യാൻ, നിന്റെ ഷുഗർ മാറ്റാൻ, നിന്റെ മരണം മാറ്റാൻ, നിന്റെ ഹാർട്ട് അറ്റാക്ക് മാറ്റാൻ ഡോക്ടർമാർക്ക് അസാധ്യമായത്, ക്യാൻസറിനെ മാറ്റാൻ, മുഴകളെ മാറ്റാൻ, ശാപത്തെ പൊട്ടിക്കാൻ, യെസ്, നിന്റെ ജീവിതത്തിലെ സകല ശാപങ്ങളെ തകർക്കാൻ രോഗം മാറ്റാൻ ഡോക്ടർമാർക്ക് സാധിക്കും. ഹല്ലേലൂയ. ഹൃദയത്തിലെ വേദന മാറ്റാൻ ഡോക്ടർമാർക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. രോഗം മാറ്റാൻ പറ്റും, മറ്റ് പല രീതികളിൽ ഒരു ഹാർട്ടിനെ അല്ലെങ്കിൽ ഒരു ലിവറിനെ മാറ്റി വെക്കാൻ പറ്റും. പക്ഷേ നിന്റെ ജീവിതത്തിലെ ശാപത്തെ തകർക്കാൻ ഒരു ഡോക്ടർമാരും ഇന്ന് വരെ ജനിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിലെ ജനറേഷണൽ കേഴ്സുകളെ ബ്രേക്ക് ആകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നസറായനായ യേശു മാത്രം. നിന്റെ ശാപം പൊട്ടിക്കാൻ, നിന്റെ രോഗത്തെ തകർക്കാൻ, നിന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരുവന് മാത്രമേ സാധിക്കൂ. അത് നസറായനായ യേശുവിന് മാത്രമേ സാധിക്കൂ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? ദൈവം എനിക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ ഇതെന്റെ സീസണാണ്, ഇതെന്റെ സീസണാണ്. ദൈവം എന്നോട് പറയുന്ന ദൈവിക ആലോചനകളെ ഏറ്റെടുത്തുകൊണ്ട് ആത്മനിറവിൽ ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഞാൻ ദേശം പിടിക്കാൻ പോകുന്നു, പട്ടണം പിടിക്കാൻ പോകുന്നു, രാജ്യങ്ങളെ പിടിക്കാൻ പോവുകയാണ്. എന്റെ സീസൺ വരും, വന്നിരിക്കുന്നു. സീസൺ വരുമ്പോൾ നിന്നെ നോക്കി ദൂത് പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വരെ ഒരു പ്രവാചകന്മാരും ഒരു ഭാഷന്മാരും നിന്റെ തലയെ കൈവച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ പെട്ടെന്നൊരു നിമിഷം, പെട്ടെന്ന് നീ ചിന്തിച്ചുകൊണ്ട് വരുന്നത്, ആർക്കും എന്നെ വേണ്ട, ദൈവത്തിനും വേണ്ട, ദൈവദാസന്മാർ വന്നാൽ പോലും എന്നോടൊരു ദൂത് പറയത്തില്ല, എന്റെ തലയെ കൈവയ്ക്കത്തില്ല. എല്ലാവരും തലയെ കൈവച്ചു, എല്ലാവരോടും ദൂത് പറഞ്ഞു. പക്ഷേ എന്റെ ഈ ദൈവത്തിന് എന്നെ വേണ്ട, മനുഷ്യനും എന്നെ വേണ്ട എന്ന് പറയുമ്പോഴായിരിക്കും ദൈവത്തിന്റെ പ്രവാചകൻ നിന്റെ തലയെ കൈവയ്ക്കുന്നത്, നിന്നെ നോക്കിയൊരു ദൂത് പറയുന്നത്. അപ്പൊ നീ മനസ്സിലാക്കണം, എന്റെ സീസൺ വന്നു, എന്റെ വിടുതലിന്റെ സമയം അടുത്തു. അത് ഞാൻ അവിശ്വസിക്കുകയല്ല, ഞാൻ വിശ്വാസത്താൽ ഞാനത് പ്രാപിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഒരു കൂട്ടം, ജയാളികളുടെ ഒരു കൂട്ടം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് വന്ന് നിന്നതിന് കാരണമുണ്ട്. ഗോലിയാത്ത് വന്നാലേ ദാവീദിന് മനസ്സിലാകൂ ദാവീദിന്റെ അഭിഷേകത്തിന്റെ പവർ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സകല രോഗങ്ങളും കടഭാരവും പ്രശ്നങ്ങളും വിഷയങ്ങളും അത് മറ്റാരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടതായിരിക്കാം. പലരെയും നീ മനുഷ്യനെ കുറ്റം പറയുന്നതിന് പകരം ഈ പ്രശ്നം ഞാൻ ആരാണെന്ന് തിരിച്ചറിയേണ്ടതിന് എൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകവും ദൈവശക്തി എന്തെന്ന് ഞാൻ തിരിച്ചറിയേണ്ടതിനാണ് എൻ്റെ മുമ്പിൽ ഇന്നത്തെ ഈ വിഷയം ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം ചെയ്തുകൊണ്ട്, ഇന്നത്തെ എൻ്റെ വിഷയം ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഇന്നത്തെ ഈ വിഷയത്തെ ഞാൻ തോൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവർ രണ്ടുപേര് വിശ്വസിച്ചത് കൊണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, ഈ ദേശം ഞാൻ നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരുടെ ഫെയ്ത്ത്, 10 പേര്, ഭൂരിഭാഗം പേരും അവിശ്വസിച്ച വിഷയം, രണ്ടുപേരുടെ വിശ്വാസത്താൽ ആ ദേശം അവർ പിടിച്ചടക്കാനിടയായി. നമ്മൾ ഈ ദേശത്തെ പിടിച്ചടക്കും, പട്ടണങ്ങളെ പിടിച്ചടക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവിക ആലോചന ദൂതനുസരിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങളെ നമ്മൾ വാങ്ങി അതിഭയങ്കരമായ കേഫം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ
ഇന്റർനാഷണൽ ലെവലിൽ കേരളത്തിലും ഇന്ത്യയിലും ഇതുപോലൊരു സഭ ഇല്ല എന്ന് പറയത്തക്ക നിലവാരങ്ങളിൽ പട്ടണങ്ങളുടെ നന്മ നമ്മുടെ അടുക്കിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. അത് പ്രാപിക്കാൻ പോകുന്നത്, വാങ്ങിക്കാൻ പോകുന്നു. അത് എത്ര കോടി രൂപയാണെങ്കിലും അത് ദൈവം ഒരുക്കി തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 31 മുതൽ വായിക്കാം. ശമൂവേൽ. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യരോട് അംഗം പൊരുത്തും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുത്തുവാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. പറഞ്ഞാട്ടെ, ദൈവം അനുകൂലമായി വെളിപ്പെടുന്ന സീസണിൽ നമ്മൾ ചിലതിനെ പിന്തുടർന്ന് പിടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം വന്നു, ചിലതൊക്കെ നഷ്ടപ്പെട്ടു, ദൈവം തന്നു, ദൈവം എടുത്തു, അതങ്ങ് പോട്ടെ. ഹല്ലേലൂയ, മറ്റൊന്ന് ദൈവം തരും. പക്ഷേ ചിലർ പറയും, ദൈവത്തിനോട് സംസാരിക്കും, ദൈവം പറയും, നീ ചെന്ന് പിന്തുടർന്ന് അതിനെ പിടിക്കണം. ഇതിനകത്ത് ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്, നിനക്ക് നഷ്ടപ്പെട്ട ചിലതിനെയൊക്കെ ഈ നാടുകളിൽ പിന്തുടർന്ന് പിടിക്കുന്ന ഒരു ആത്മസാന്നിധ്യവും അഭിഷേകവും ആ ദൈവശക്തിയും വെളിപ്പാട് നിന്റെ അകത്ത് ആത്മാവ് പകരുന്ന നാളുകളാണത്. കർത്താവ് പറയുന്ന അസാധാരണമായ ചിലതിനെ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ പകരാൻ പോവുകയാണ്. ദൈവം അനുകൂലമായിരിക്കുന്നവന്റെ ഒന്നാമത്തെ ലക്ഷണം, അവൻ അവിശ്വാസം പറയത്തില്ല, നെഗറ്റീവ് പറയത്തില്ല. അവൻ ചിലതിനെ പിടിച്ചടക്കും, അസാധ്യമായതിനെ അവൻ പ്രാപിക്കും. എന്നാൽ അടുത്ത ലക്ഷണം, ചിലതിനെ അവൻ പിന്തുടർന്ന് പിടിക്കുന്നവനായി മാറും. ചിലതിനെ അവൻ അടിച്ച് പല്ല് തകർക്കും. അഭിഷേകമുള്ളവൻ, ദൈവം അനുകൂലമായി നിൽക്കുന്നവന് പിശാചിന്റെ വായ്ക്ക് അടിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദാവീദ് എന്ന് പറയുന്ന ആ തലമുറ ജനിച്ചപ്പോഴേ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം കൊണ്ടുവന്ന് മനഃപൂർവ്വമായി നമ്മുടെ കൈ കൊണ്ടവൻ ചാകണ്ട, അത് നാണക്കേടാണ്, അല്ലെങ്കിൽ അത് വലിയ വിഷയമാകുന്നത് കൊണ്ട് ഇവനെ കൊണ്ടുവന്ന ആടുകളെ ഏൽപ്പിച്ച് കാട്ടിനകത്ത് വിടാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അപ്പന് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ഇളയവനായ ഒരു ബാലനായ ഇവനെ ഈ വലിയ മൃഗങ്ങളുള്ള കാട്ടിനകത്ത് വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരെല്ലാം പഠിച്ച് മിടുക്കന്മാരായി, ആരോഗ്യ ദൃഢഗാത്രന്മാരായി പട്ടാളത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ള വലിയ ജോലികളൊക്കെ കരസ്ഥമാക്കിയപ്പോൾ വീട്ടിലെ ഏറ്റവും ഇളയവനായ ഈ മകനെ ഹല്ലേലൂയ നേരെ കൊണ്ടുവന്ന് കാട്ടിനകത്ത് അപ്പനും സഹോദരങ്ങളും വിട്ടിരിക്കുകയാണ്. ഇവനെ എങ്ങനെയെങ്കിലും അതിനകത്ത് കിടന്ന് മരിക്കണം. ഹല്ലേലൂയ. എന്നാൽ നിന്നെ മരിക്കാനല്ല ദൈവം വിളിച്ചത്. കർത്താവ് പറയുക, ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആത്മാവ് ദൂത് പറയുകയാണ്, ഞാൻ നിന്റെ ബന്ധുക്കളോ നിന്റെ വീട്ടിലുള്ളവർ വരെ നിന്റെ മരണം ആഗ്രഹിക്കുമ്പോൾ നീ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ ഈ കഷ്ടത നീങ്ങുമായിരുന്നെന്ന് പറയുമ്പോൾ, ഇയാളൊന്ന് മരിച്ചിരുന്നെങ്കിൽ, ഇവനൊന്ന് മരിച്ചിരുന്നെങ്കിൽ, ഇവളൊന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിന്റെ സ്വന്തം ഭവനത്തിനകത്തുള്ളവർ പോലും പലപ്പോഴും നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നീ പലർക്കും ഒരു ഭാരമായിരിക്കാം. നീ ജീവിച്ചിരിക്കുന്നത് പലർക്കും ഇഷ്ടമില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാനുണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിളിയുള്ളവനാണ് നീ. കഷ്ടതയുണ്ടോ, പ്രതികൂലമുണ്ടോ, കണ്ണുനീരുണ്ടോ, ഇന്നും നിനക്കൊരു വിടുതലില്ലാതെ കിടക്കുകയാണോ? നിന്റെ കഷ്ടത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണോ? നിന്റെ പ്രതികൂലം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണോ? നിന്റെ വീട്ടിലുള്ളവർക്ക് പോലും നിന്നെ കണ്ടുകൂടാത്തൊരനുഭവം
നിന്റെ സ്വന്തം അപ്പനും അമ്മയ്ക്കും നീ ഒരു ശത്രുവാണ്. നിന്റെ മക്കൾക്ക് നീ ഒരു ശത്രുവാണ്. നീ മറ്റുള്ളവർക്കൊരു ഭാരമാണ്. നീ ഒന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് പലരും ആഗ്രഹിക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിളിൽ ഇല്ലെങ്കിലും ചരിത്രം ചിലത് പഠിക്കുമ്പോൾ പറയുന്നത് ഈ ദാവീദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാവീദിന്റെ അപ്പന് ദാവീദ് ഉണ്ടായത് മറ്റ് സഹോദരങ്ങൾ ഉണ്ടായ ആ സ്ത്രീയിൽ നിന്നല്ല, ഒരു സ്ത്രീയിൽ നിന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ സ്ത്രീ അന്തഃപുരത്തിനകത്ത്, കൊട്ടാരത്തിനകത്ത് ജോലി ചെയ്ത ഏതോ സ്ത്രീയില്, കോവിലകത്തുണ്ടായിരുന്ന ഏതോ സ്ത്രീയിൽ നിന്ന് ഉണ്ടായ ഒരു വ്യക്തിയാണെന്നൊക്കെ ചരിത്രകാരൻ, അതിനൊന്നും കൺഫർമേഷൻ ഒന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്തോ ഒരു പ്രത്യേകത ദാവീദിനോട് ആർക്കും അങ്ങോട്ട് താല്പര്യം വരുന്നില്ല. കാരണം നിന്നെ ദൈവം വിളിച്ചത് ഇന്നും ഇന്നലെയും അല്ല, ലോക സ്ഥാപനത്തിന് മുമ്പ് ഒരു ദൈവവിളി നിന്റെ അകത്തുള്ളത് കൊണ്ട് നീ ജനിക്കുമ്പോഴേ ദൈവഹിതമില്ലാത്തവനും ദുഷ്ടഹൃദയമുള്ളവനും നിന്നെ കാണുമ്പോൾ ഒരു ശത്രുവിനെ പോലെ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് പ്രവാചകൻ അന്ന് യിരെമ്യാവിനെ വിളിച്ചെന്ന് പറയുന്നത് പോലെ ഈ ഇങ്ങനെ വിളിയുള്ളവൻ ജനിക്കുമ്പോഴേ പ്രശ്നമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വിളിയുള്ളവൻ കുഞ്ഞുനാളിലെ മറ്റുള്ളവർക്ക് ഇടർച്ചയായിരിക്കും. അവന്റെ ജീവിതം കഷ്ടത്തിലായിരിക്കും, പ്രതികൂലത്തിലായിരിക്കും. ആർക്കും അവനെ കണ്ടുകൂടായിരിക്കും, ഇഷ്ടമില്ലായിരിക്കും. അവൻ അതൃപ്തി ഉള്ളവനായിരിക്കും, തൃപ്തിയില്ലാത്തവനായിരിക്കും. അവന്റെ അതിരുകൾ വിശാലമാകാതെ എബേസിനെ പോലെ വ്യസനപുത്രനെന്ന്, സ്വന്തം മാതാവ് പോലും വ്യസനപുത്രനെന്ന് പേരിട്ടവനാണ് എബേസ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം എബേസിന് അനുകൂലമായി വന്നപ്പോൾ അവന്റെ അതിരുകളെ ദൈവം വിശാലമാക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ ദാവീദും എല്ലാവർക്കും താല്പര്യമില്ലാത്തവൻ കാട്ടിനകത്ത് വിട്ടിരിക്കുക. എന്നാൽ ഒരു ദിവസം ശമൂവേൽ എന്ന പ്രവാചകൻ കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരുവനെ അഭിഷേകം ചെയ്യാനുണ്ട്. ദൈവം പറഞ്ഞിട്ട് ഞാൻ വരികയാണ്, ഇതെന്റെ സീസണാണ്. ഈ നിന്റെ മക്കളിൽ ഒരുവന് ദൈവത്തിന്റെ അനുകൂലമായ നടപടി ഉണ്ടായിരിക്കുന്നു. ദൈവം അവൻ അനുകൂലമാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ തലമുറയിൽ ഒരുവനെ അഭിഷേകം ചെയ്യാൻ. ഹല്ലേലൂയ. തണ്ടും തടിയും ആരോഗ്യമുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പറഞ്ഞു, ശമൂവേലിനോട് ദൈവം പറഞ്ഞു, നീ പൊക്കവും തടിയും വണ്ണവും ഇവരുടെ എന്നും ഈ ആരോഗ്യവും ഇവന്റെ മസിൽ പവറും ഇവന്റെ ഇതൊന്നും പട്ടാളക്കാര് ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മുടെ നെഞ്ചളവൊക്കെ എടുത്ത് അതിന്റെ ഓട്ടം ചാട്ടവും ഹൈ ജമ്പും ഒക്കെ നോക്കി എടുക്കുന്നത് പോലെ അങ്ങനെയൊന്നും നീ നോക്കരുത്. ഹല്ലേലൂയ. ഇത് ലോകത്തിൽ പട്ടാളക്കാരെ എടുക്കുന്നത് പോലെയല്ല. എൻ്റെ ഞാൻ ഒരുവനെ എടുക്കുന്നത് അവന്റെ നെഞ്ചളവും അവന്റെ പൊക്കവും നോക്കിയിട്ടല്ല, അവന്റെ ആരോഗ്യം നോക്കിയിട്ടല്ല. എന്റെ കൃപ അവന്റെ പേര് ഞാൻ പകരും. എന്റെ കൃപ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപയാൽ ജീവിക്കുന്ന ചിലരെ ദൈവം തിരഞ്ഞെടുക്കുന്നത് നിന്റെയും എന്റെ ശക്തിയിലല്ല, പേരിലല്ല, അഡ്രസ്സിലല്ല, നമ്മുടെ ആരോഗ്യത്തിലല്ല, ബലത്തിലല്ല, സൗന്ദര്യത്തിലല്ല, നമ്മുടേതായ ക്വാളിറ്റികളിലല്ല. എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുന്ന നിന്നെ ബലഹീനൻ എന്ന് പറഞ്ഞ് പാഴായി ശൂന്യമായി തള്ളിക്കളഞ്ഞ ചിലതിനെ എന്റെ ദൈവം ഇന്ന് പകൽ തിരഞ്ഞെടുക്കാൻ പോയ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. ദൈവം തെരഞ്ഞെടുക്കുന്ന ആർക്കും വേണ്ടാത്തവനെയാണ്. മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെയാണ്, അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞതിനെയാണ്, സഹോദരങ്ങൾ മറന്നു കളഞ്ഞതിനെ ഇന്ന് പകൽ ദൈവം ഓർക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നോക്കിക്കൊണ്ട സ്വന്തം അപ്പനും സഹോദരങ്ങൾ വരെ മറന്നു കളഞ്ഞു. ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് സാധാരണ ഏത് വീട്ടിലും മൂത്തവരെക്കാൾ ഉപരി ഏറ്റവും ഇളയവരെയാണ് വീട്ടുകാരെല്ലാം ചെയ്യുന്നത്. കൂടുതൽ അടുത്ത് ചേർത്ത് നിർത്തുന്നത്. അവരെയൊന്നും ആവശ്യമില്ലാതെ ഒരിടത്തും വിടത്തില്ല. മൂത്തവരെ വിട്ടാലും കടയിൽ വിട്ടാലും ഇളയവരെ നീ പോണ്ട, ഇവിടെ നിന്നോ. പ്രൈസ് ദി ലോർഡ്. ഇളയവരെടുത്താണ്. ഇളയവരെ എന്ത് ചെയ്യുന്നു? ചെറിയ പിള്ളേരായതുകൊണ്ട്, കുഞ്ഞുങ്ങളായതുകൊണ്ട് കൂടുതൽ കെയർ കിട്ടുന്നത് മൂത്തവരെക്കാളും ഇളയ ആൾക്കാർക്കാണ് കൂടുതൽ കെയർ കിട്ടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഇവിടെ വ്യത്യസ്തം. ഇവിടെ മാറി വരികയാണ്. ഇളയവന് ഒരു കെയറുമില്ല. പ്രൈസ് ദി ലോർഡ്. മൂത്തവർക്കെല്ലാം ഭയങ്കര കെയർ, ഇളയവന് ഒരു കെയറുമില്ല. ഇളയവന്റെ പേര് പോലും മറന്നുപോയി. ഇളയവൻ ഉണ്ടെന്ന് പോലും, സ്വന്തം അപ്പൻ പോലും അവന്റെ പേര് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തം മാതാവ് അവന്റെ പേര് പറയുന്നില്ല. സഹോദരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവനെ മറന്നിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അതിഭയങ്കരമായ സംഭവമാണ്. ഇതിനകത്ത് അങ്ങനെ ചിലർ ഇരിപ്പുണ്ട്.
നിന്നെ കംപ്ലീറ്റ് ആയിട്ട്. കഴിഞ്ഞ ദിവസം എന്നെ ദുബായിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, പെറ്റമ്മ സഹോദര എന്നെ മറന്നു. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് പോലും എൻ്റെ അമ്മ ആ ഫോൺ എൻ്റെ ശബ്ദം കേൾക്കാൻ അവർ തയ്യാറല്ല. ബൈബിൾ പറയുന്നു, പെറ്റമ്മ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. സ്വന്തം മാതാവ് മക്കളെ മറക്കുമോ? മറക്കുമെന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ സ്വന്തം അപ്പൻ നിന്നെ കൈവിടുമോ? അവർ നിന്നെ കൈവിടുമെന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ യെസ് ഹല്ലേലൂയ, സ്വന്തം സഹോദരങ്ങൾ നിന്നെ മറക്കുമോ? 100% മറക്കും. സഹോദരങ്ങളെ, ലോകം നിന്നെ മറക്കും, ലോകം നിന്നെ മറക്കും, രക്തബന്ധങ്ങൾ നിന്നെ കൈവിടും, ദൈവം നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും മറന്നുപോയി. ഇതുപോലെ പരിതാപകരമായ ശാപം പിടിച്ച ഒരു ജീവിതം ഈ ലോകത്തില്ല. പ്രൈസ് ലോർഡ്. സ്വന്തം രക്തബന്ധങ്ങളാൽ മറക്കപ്പെട്ടവനായി. പ്രൈസ് ലോർഡ്. ഇതൊന്നും ദാവീദ് അറിയുന്നില്ല. ആ ദാവീദ് ആ സിറ്റുവേഷനിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയിന്. അത്ര വലിയ സിറ്റുവേഷനാ. സ്വന്തം അപ്പനും സഹോദരങ്ങളും അവന്റെ പേര് പറയാൻ തയ്യാറല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സ്വർഗം നിന്റെ പേരെഴുതിയിട്ടുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സകല മനുഷ്യരോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, ഈ ഭൂമിയിൽ റേഷൻ കാർഡിൽ നിന്നും നിന്റെ പേര് മാറ്റിയാലും ആധാറിൽ നിന്നും നിന്റെ പേര് മാറ്റപ്പെടുന്ന ദിവസം വരും. റേഷൻ കാർഡിൽ നിന്നും നിന്റെ പേര് മാറ്റുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ലോർഡ്. ലോകത്തിലുള്ള സകല പാസ്പോർട്ടിൽ നിന്നും ലൈസൻസിൽ നിന്നും നിന്റെ വീടിന്റെ അകത്തു നിന്നൊക്കെ നിന്റെ പേര് വെട്ടിമാറ്റുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിത്യജീവൻ, ജീവന്റെ പുസ്തകത്തിൽ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള സകല ഹല്ലേലൂയ പുസ്തകത്തിൽ നിന്നും നിന്റെ പേര് വെട്ടുന്ന ഒരു ദിവസം വരുമ്പോൾ നീ പറയണം, ഈ ലോകത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും എന്റെ പേര് വെട്ടുന്ന ഒരു ദിവസം വരും. പക്ഷേ എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട എത്ര പേരുണ്ട് സഹോദരങ്ങൾ ഇതിനകത്ത്? ദൈവമക്കളെ, ശക്തിയോടെ കരങ്ങളെ ഒന്ന് അടിച്ചാട്ടെ. നിന്റെയും എന്റെയും പേര് റേഷൻ കാർഡിൽ നിന്നും വെട്ടിമാറ്റും. നിന്റെയും എന്റെ പേര് ആധാറിൽ നിന്നും വെട്ടിമാറ്റും. നിന്റെ എന്റെ പേര് ഹല്ലേലൂയ ID കാർഡുകൾ എല്ലാത്തിൽ നിന്ന്, ഇലക്ഷൻ IDയിൽ നിന്ന്, റേഷൻ കാർഡിൽ നിന്ന്, ആധാറിൽ നിന്ന്, ലൈസൻസിൽ നിന്നും, വീട്ടിൽ നിന്നും വെട്ടിമാറ്റുന്ന ഒരു ദിവസം. അതാണ് മരണം, അതാണ് മരണം. ലോകം നമ്മുടെ പേര് വെട്ടിമാറ്റും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നിന്റെ പേര് ജീവപുസ്തകത്തിൽ. അതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഓ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട സഹോദര, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട സഹോദരി, ദൈവം നീ ഭാഗ്യം ചെയ്ത വ്യക്തിയാ, നീ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവരാ നമ്മള്. നമ്മുടെ പേര് ഈ ലോകത്തിലുള്ള സകല ഹല്ലേലൂയ ആധാർ നമ്മൾ കൊണ്ട് നടക്കുന്ന പേഴ്സിനകത്ത് എത്ര കാർഡുകളാണ് നമുക്കുള്ളത്? ആധാർ, ID കാർഡ്, ഇലക്ഷൻ കാർഡ്, ലൈസൻസ്. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും പേരുണ്ടോ പേരുണ്ടോ എന്ന് നമ്മൾ ചെല്ലുമ്പോൾ ആധാർ എവിടെ, ആധാർ എവിടെ എന്ന് ചോദിക്കുന്നത് പോലെ ഞാനും നീയും ഒരു ദിവസം ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു പുസ്തകം തുറക്കും. ഹല്ലേലൂയ. അവിടെ നിന്റെയും എന്റെ പേര് വിളിച്ച് നോക്കുന്ന ഒരു സമയമുണ്ട്. ഈ പുസ്തകത്തിൽ പേരുള്ളവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നിന്റെ എന്റെ പേരുകൾ ഈ ലോകം ക്യാൻസൽ ചെയ്യും, മറന്നു പോകും. നിന്റെ പേര് പോലും ചിലർ മറന്നു പോയിരിക്കുകയാണ്. പക്ഷേ കർത്താവ് പറയുന്നു, നിന്റെ പേര് ഓർക്കാൻ ഒരു യോഗ്യനായവനുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ കണ്ട സർവശക്തനായ ദൈവം പ്രൈസ് ഇന്ന് പറയുകയാണ്, നിന്റെ പേര് മാത്രം പൊങ്ങി വരാൻ പോകുന്നു. നിന്റെ പേര് മറന്നവന്റെ പേരുകൾ ലോകം മറക്കും. പക്ഷേ ഹല്ലേലൂയ, ദാവീദിന്റെ സഹോദരങ്ങളുടെ പേര് നമുക്കറിയത്തില്ല. അപ്പനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ കഴിഞ്ഞ 14,000 വർഷങ്ങളായി ദാവീദിന്റെ പേര് ലോകം മുഴുവനും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൻ മറന്ന പേര്, സഹോദരങ്ങൾ മറന്ന പേര്, വെളിപ്പാട് പുസ്തകം വരെ പറയാണ് ദാവീദിന്റെ പേരും ശുഭ്ര നക്ഷത്രവുമായ യേശു ക്രിസ്തു എന്ന ദൈവം.
ആ പേരിനെ, ദാവീദിന്റെ പേരിനെ ക്രിസ്തുവിന്റെ പേരിനോട് ചേർത്ത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അപ്പൻ കൈവിട്ടപ്പോൾ, ലോകത്തിന്റെ അമ്മ കൈവിട്ടപ്പോൾ, ലോകത്തിന്റെ സഹോദരങ്ങൾ കൈവിട്ടപ്പോൾ, കർത്താവായ യേശുവിന്റെ പേരിനോട് ചേർത്ത്. ഹല്ലേലൂയ. ദാവീദിനോട് ദൈവം പറഞ്ഞു, മകനെ നിന്നെ ലോകം മറന്നു, പക്ഷേ നിന്റെ പേര് ഇനി എൻ്റെ പേരിനോട് ചേർത്ത് ഞാൻ വയ്ക്കും. ലോകം മുഴുവനും നിന്റെ പേര് വിളിച്ചു പറയും. നീ എന്നെ പറ്റി പറയുമ്പോൾ നിന്റെ പേരും കൂടെ കണക്ട് ചെയ്ത് പറയും. സുവിശേഷം പറയുമ്പോൾ നമ്മൾ പറയും ദാവീദിന്റെ പേരും ശുഭ നക്ഷത്രവുമായ നസ്രാന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. അവൻ മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ഇനിയും വരും. ദാവീദിന്റെ മകനെന്നും ദാവീദിന്റെ വേരെന്നും ദാവീദിന്റെ ശുഭ്ര നക്ഷത്രമെന്നും പറയാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ പേരിനെ ദാവീദിന്റെ പേരിനോട് ചേർത്ത് വെക്കാൻ കാരണം, ലോകം ദാവീദിനെ മറന്നപ്പോൾ സ്വർഗം ദാവീദിനെ ദത്തെടുത്തു. ഹല്ലേലൂയ. ലോകം നിന്നെയും എന്നെയും കൈവിടുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ ദത്തെടുക്കും. അതാ വചനം പറയുന്നത്, നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാണ്. ഞാനും നീയും ദത്തെടുക്കപ്പെട്ടവരാണ്. നമ്മളെ കർത്താവായ യേശു ക്രിസ്തു ഒലിവ് തൈരോട് ചേർത്ത് നമ്മളെ ബഡ് ചെയ്ത് ചേർത്തിരിക്കുന്നു. യഹൂദന്മാരെ വെട്ടിക്കളഞ്ഞിട്ട് എന്നെയും നിന്നെയും ദൈവം ദത്തെടുത്ത് ആ ക്രിസ്തുവിനോട് ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. യേസ്, ഹല്ലേലൂയ. ദത്തെടുക്കപ്പെട്ടവർക്കായി സ്തോത്രം. എന്റെ കർത്താവ് ഇന്ന് പകല് ദത്തെടുത്ത് നിന്നെയും എന്നെയും ദത്തെടുത്ത്. ഭയങ്കര പദവിയാ. അടുത്തൊരു കരം കൊടുത്ത് പറഞ്ഞോ, മനുഷ്യൻ കൈവിട്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. മനുഷ്യൻ നിന്നെ മറന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നിന്റെ അപ്പൻ നിന്നെ മറന്നോ, രക്ഷപ്പെട്ടു. തുള്ളി ചാടി ആരാധിക്കണം നീ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അപ്പന്റെ അഡ്രസ്സിലല്ല നീ അറിയപ്പെടാൻ പോകുന്ന, യേശുവിന്റെ അഡ്രസ്സില്. നിന്റെ അമ്മ നിന്നെ മറന്നോ, നീ രക്ഷപ്പെട്ടു. നിന്റെ കർത്താവ് നിന്റെ മാതാവായി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ സഹോദരങ്ങൾ നിന്നെ മറന്നോ, നീ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. യേശു എന്ന മൂത്ത സഹോദരൻ നിനക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളുണ്ടോ? യേശുവിന്റെ മൂത്ത സഹോദരനാണെന്ന് തന്റെ ഇടത്തോടെ അഭിമാനത്തോടെ എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച. ഹല്ലേലൂയ. എനിക്കൊരു സഹോദരനുണ്ട്. എന്റെ മൂത്ത സഹോദരൻ ആരാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വേലായുധനല്ല, തങ്കപ്പനല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരൻ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു അപ്പനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു എന്ന അപ്പൻ. ഹല്ലേലൂയ. അടുത്തൊരു ചിരിച്ചോണ്ട് പറ, സഹോദരന്റെ പേരെന്താ? മൂത്ത സഹോദരന്റെ പേരെന്താന്ന് ചോദിക്കുക. അടുത്തിരിക്കുന്നവര് മൂന്നാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ചോദിക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, നിന്റെ മൂത്ത സഹോദരന്റെ പേരെന്താണ്? നിന്റെ അപ്പന്റെ പേരെന്താണ്? പറഞ്ഞാട്ടെ. അഡ്രസ് മാറി കഴിഞ്ഞു. പറഞ്ഞാട്ടെ, എന്റെ അഡ്രസ് മാറി, എന്റെ അഡ്രസ് മാറി, എന്റെ ഐഡന്റിറ്റി മാറി, എന്റെ അഡ്രസ് മാറി, എന്റെ ഐഡന്റിറ്റി മാറി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പുതിയൊരു അഡ്രസ് വന്നു, പുതിയൊരു അഡ്രസ്, പുതിയ ഐഡന്റിറ്റി. പ്രൈസ് ദി ലോർഡ്. ലോകം മറന്ന എന്നെ എന്റെ ദൈവം ദത്തെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി വെളിപ്പെടുക. അസാധാരണമായ ദൈവത്തിന്റെ ഗ്ലോറി. നിന്റെ ഐഡന്റിറ്റി മാറുകയാണ്, നിന്റെ അഡ്രസ് മാറുകയാണ്. നിനക്ക് മുമ്പായി എന്റെ ദൂതൻ ചെല്ലുകയാണ്. നിന്റെ വലങ്കൈ എന്റെ യേശു പിടിച്ചിരിക്കുകയാണ്. എന്റെ കർത്താവ് പറയുകയാണ്, ഇവൻ എന്റെ പുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ കണ്ട് ആകാശം തുറന്ന് പ്രാവ് ഇറങ്ങി വന്ന മുകളിൽ നിന്നൊരു അശരീരി കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവൻ എന്റെ പുത്രൻ. മറ്റൊരിക്കൽ കർത്താവിന്റെ ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ ദൈവത്തിന്റെ ഇടിവിട്ടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ മഹത്വീകരിക്കും, ഇനിയും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവന്റെ ശബ്ദം കേൾപ്പീൻ, ഇവന് ചെവി കൊടുപ്പീൻ. 3 പ്രാവശ്യം അശരീരി കേട്ടു. എന്നിട്ടും കൂടെ നടന്നവർക്ക് ബോധം ഉണ്ടായില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഐഡന്റിറ്റി മാറി, നമ്മുടെ അഡ്രസ് മാറി. ചങ്കുറ്റത്തോടെ പറഞ്ഞാട്ടെ, ധൈര്യത്തോടെ പറഞ്ഞാട്ടെ. നമുക്ക് എപ്പോഴാ വിടുതലുണ്ടാകുന്നത് അറിയാമോ? നമ്മുടെ അകത്ത് ബോധം വരുമ്പോൾ, സുബോധം വരുമ്പോൾ, നമ്മൾ ആരാണെന്നുള്ള സുബോധം നമുക്കുണ്ടാകുമ്പോൾ, ഒരു പിശാച്, ഒരു മന്ത്രവാദികൾ, ഒരു ശാപവും രോഗവും കഷ്ടവും നഷ്ടവും
നിന്നെ തൊടാതെ നീ അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് എഴുന്നേൽക്കുന്നവനായി മാറാനിടയാകും. നിനക്ക് പിന്നെ ഭയമുണ്ടാകത്തില്ല. ഗോലിയാത്തിനെ കണ്ടാൽ ലോകം ഭയപ്പെടുന്ന കൊറോണയെ നീ ഭയപ്പെടുകയില്ല. ലോകം ഭയക്കുന്ന ഭൂകമ്പങ്ങളെ, ഇടിമിന്നലുകളെ, മഴയെ നീ ഭയപ്പെടുകയില്ല. ലോകത്തിലെ ജനങ്ങൾ ഭയപ്പെടുന്ന ഒന്നിനെയും ദൈവം വിളിച്ചവൻ ഭയപ്പെടുകയില്ല. അതാണ് ദൈവം വിളിച്ചവനും. ഇത് സാധാരണ ഓൾഡ് ടെസ്റ്റ്മെന്റ് ദൃഷ്ടാന്തമായി പഴയ നിയമം പിന്നെ കർത്താവായ യേശുക്രിസ്തു, പിന്നെ പൗലോസ്, അഭിഷിക്തനായ പൗലോസ് പറയും, കൊരിന്ത്യർക്കെതിരെ ലേഖനം പറയുകയാണ്, 10-ാം അധ്യായം 1:10 പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുകയാണ്. പുതിയ നിയമവിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്ന ഒന്നാണ് പഴയ നിയമം. അവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും. ദൈവം വിളിച്ചവനും ദൈവത്തിന്റെ വിളിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നവനും ദൈവത്തെ അറിയാത്ത ജനവും ദൈവത്തെ അറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. എല്ലാവരും കൂടെ ചേർന്ന് പയ്യനെ അങ്ങ് ഒതുക്കാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നോക്കുന്ന സഹോദരി എല്ലാവരും ഒതുക്കാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, വിളിയുള്ളവൻ നിന്നെ എന്ത് ചെയ്യും? കറ്റ ചുവന്നുകൊണ്ട് പോകുമ്പോൾ ഒരു പിന്നെ കുറേ നെൽമണികളെല്ലാം എന്ത് ചെയ്യും? തറയിൽ വീഴും, ചെളിയിൽ വീഴും. കുടഞ്ഞു കിടക്കുന്ന ചേറ്റിനകത്ത് വീണ് ബാക്കിൽ നിന്ന് വരുന്ന ജനങ്ങളെല്ലാം അതിനെ ചവിട്ടി 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 അകത്താക്കി അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഒതുക്കി ഒതുക്കി ചവിട്ടി ഒതുക്കി അകത്താക്കും. ഹല്ലേലൂയ. പക്ഷെ അടുത്തൊരു സീസണിൽ ഒരു മഴ പെയ്യുമ്പോൾ ഒതുക്കപ്പെട്ട ചിലരൊക്കെ പ്രൈസ് ദി ലോർഡ് ഭൂമിക്കടിയിലായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. കറ്റയിൽ നിന്നും ഉതിർന്നു വീണ ചില നെന്മണികൾ അസാധാരണമായി കിളിർത്ത് പൊടിച്ച് അസാധാരണ ഫലം കാഴ്ച പുറത്തു വരുന്നത് പോലെ ഒതുക്കപ്പെട്ട ചിലരെ ആത്മാവീ നാളുകളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പ്രാവശ്യോ ഒരു ദൈവശക്തി. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശമൂവേൽ പറഞ്ഞു, ഞാൻ പന്തിയിൽ ഇരിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നിങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ ഒരുത്തനെ എൻ്റെ മുമ്പിൽ കിട്ടണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മക്കളുണ്ട്. എല്ലാവരും തണ്ടും തടി ആരോഗ്യവും 6 അടി പൊക്കമുള്ളവനും 7 അടി പൊക്കമുള്ളവനും ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ സൈന്യം, ഈ ദൈവം, ഈ സൈന്യത്തിൻ്റെ ആർമി തലവൻ വേറെ ലെവലാ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ കഴിവ് പുള്ളിക്ക് വേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നിന്റെ കഴിവും ബുദ്ധിയും ശക്തിയും ഉണ്ടെങ്കിൽ പിന്നെ ദൈവമഹത്വം അവിടെ വെളിപ്പെടുകയില്ല. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ നിനക്ക് ബുദ്ധി ഉണ്ടാകരുത്, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാകരുത്. ഈ ലോകം നിനക്ക് തരുന്ന പല ക്വാളിറ്റികൾ നിനക്കില്ലെങ്കിൽ അവിടെ ദൈവമഹത്വം വെളിപ്പെടും. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. നമ്മളെ തെരഞ്ഞെടുത്തവന്റെ പ്രത്യേകത ഏതാണ്? ആർക്കും വേണ്ടാത്തവനും ഒരു പ്രയോജനമില്ലാത്തവനും ഹല്ലേലൂയ സ്തോത്രം തള്ളിക്കളഞ്ഞവനെ മാത്രമേ ദൈവം തിരഞ്ഞെടുക്കാറുള്ളൂ. അതുകൊണ്ട് നിന്റെ മകൻ വരുന്നത് പോലെ അവരോട് അങ്ങോട്ട് പറഞ്ഞു, ഇനി ഒരുവനും കൂടെ ഉണ്ടല്ലോ. അപ്പോഴാണ് നാണക്കേട് കരുതി നാണം കെട്ട്, ഒരുത്ത ഉണ്ട്, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ. ചില ആൾക്കാർ പറയും ഉള്ളതും അവൻ ഉള്ളതും ഇല്ലാത്തതും കണക്കാ. അപ്പനുണ്ടോ? അപ്പൻ ഉള്ളതും ഇല്ലാത്തതും കണക്കാ. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ ഉള്ളതും ഇല്ലാത്തതും കണക്കാന്ന് പറയും. ഉണ്ടോ? മക്കളുണ്ടോ? മക്കളുള്ളതും ഇല്ലാത്തതും കണക്കാ. ഒന്നും ഒരു ഗുണവുമില്ല, ഒന്നും നോക്കത്തില്ല. ഹല്ലേലൂയ. മൈൻഡ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാന്നാ പറഞ്ഞു ഒരുത്തനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉള്ളതും ഇല്ലാത്തതും അത് എപ്പോ ചാകും, എങ്ങനെയെങ്കിലും ചത്ത് കിട്ടിയാൽ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഞങ്ങൾ കാട്ടിനകത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, അവൻ ചാവാനുള്ളവനല്ല, ജീവിപ്പിക്കാനുള്ളവനാ. അവനെ വിളിച്ചിട്ട് മാത്രമേ ഞാൻ ഇനി പന്തിയിലിരിക്കൂ. ഹല്ലേലൂയ. അവൻ വരുന്നത് വരെ അഭിഷിക്തൻ ഒന്നും കഴിച്ചില്ല. ഇഷ്ടംപോലെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി, അതിഭയങ്കരമായ ഫുഡ് ഉണ്ടാക്കി. ശമൂവേൽ വരുന്നെന്ന് പറഞ്ഞ മൂപ്പന്മാര് ഭയന്ന് വിറച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇരിക്കത്തില്ല. പ്രവാചകൻ വന്ന് നിൽക്കുകയാണ്. ഇരിക്കാൻ പോലും വയ്യ, ഒന്നും കഴിക്കാൻ വയ്യ, കുടിക്കാൻ വയ്യ. അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കാര്യം തീരുമാനമാകും. അതാണ് അന്നത്തെ കാലം. പ്രവാചകനായ ശമൂവേൽ വാ തുറന്നാ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കിടുകിടാ വിറച്ചുകൊണ്ട്, മൂപ്പന്മാർ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദാവീദ് വരുന്നത് വരെ വിറച്ചുകൊണ്ട് നിൽക്കുക. വരേണ്ടവൻ വന്നാലേ സംഭവം ക്ലൈമാക്സിലോട്ട് എത്തുള്ളൂ കാര്യങ്ങൾ. ഹല്ലേലൂയ.
ദാവീദ് വന്നു, പ്രൈസ് ദി ലോർഡ്, അവന്റെ മേൽ അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം വീണത് മുതല് തന്റെ സ്വഭാവം മാറി, കാഴ്ചപ്പാട് മാറി. പ്രൈസ് ദി ലോർഡ്. അവൻ പോലും അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വായിച്ചത് ഒരു വലിയ യുദ്ധം, ഫെലിസ്ത്യന്മാർ വന്ന് നിൽക്കുന്നത്. ആ ഗോലിയാത്ത് എന്ന് പറയുന്ന 7 അടി പൊക്കമുള്ള 12 അടി പൊക്കമുള്ള ഒരുത്തം വന്ന് നിൽക്കുന്നു. അവന്റെ കയ്യിലുള്ള ആയുധം കണ്ട് ജനം പേടിച്ചിരിക്കുക. ഇവിടെ തണ്ടും തടിയും ഉണ്ടായിരുന്ന ഇവന്മാരെല്ലാവരും 40 ദിവസമായി അതിഭയങ്കരമായ വെല്ലുവിളി നടത്തുക. ഫെലിസ്ത്യൻ അഗ്രചർമ്മിയായ ആ ഫെലിസ്ത്യൻ വന്ന് ഇസ്രായേൽ ജനത്തിനെ മുഴുവൻ വെല്ലുവിളിച്ചപ്പോൾ ഹല്ലേലൂയ, വില്ലാളി വീരന്മാരെന്ന് സ്വയം അഭിമാനിച്ചവരൊക്കെ പരാജിതരായി അവിടെ നിൽക്കുക. അപ്പോഴാണ് ദാവീദിനെ അന്ന് അപ്പൻ ഒരു ദിവസവും ഇല്ലാതെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വഴിയില്ലടാ, നിന്റെ ചേട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ ടിഫിൻ ബോക്സുമായിട്ട് നീ അങ്ങോട്ടൊന്ന് പോകണം. ഹല്ലേലൂയ. അതിനു മുമ്പ് ഒരിക്കലും ചേട്ടന്മാർക്ക് ഇഷ്ടമല്ല ദാവീദ് വരുന്നത്, ഈ ഇതിൻ്റെ അകത്തൊന്ന് വന്ന് കയറുന്നത് അവർക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. അപ്പനും ഇവനെ വിടാറേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിയോഗമുള്ള സമയം, നിന്റെ സീസൺ വെളിപ്പെടുമ്പോൾ ആരും വിളിക്കാതിരിക്കുന്ന നിന്നെ വിളിക്കാത്തവനെ കൊണ്ട് വിളിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അംഗീകരിക്കാത്തവനെ കൊണ്ട് അംഗീകരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്കായിട്ടൊരു സീസൺ വെളിപ്പെടും. നിനക്ക് വേണ്ടി ചില വാതിൽ തുറക്കും. നിനക്ക് വേണ്ടി 40 ദിവസമല്ല 1000 വർഷം വരെ ദൈവം ചിലതിനെ ദീർഘിപ്പിക്കും. 40 ദിവസം ഇവർ വെല്ലുവിളി കണ്ടുകൊണ്ട് നിൽക്കുക. എന്തിനാ? ഒരുത്തനെ പുറത്തിറക്കാൻ ദൈവം ഒരു ഗോലിയാത്തിനെ ഉണ്ടാക്കി. ഈ ഗോലിയാത്ത് ഉണ്ടായതേ ദാവീദിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ കൈ കൊണ്ട് മരിക്കാൻ വേണ്ടി ഒരുത്തനെ ദൈവം സൃഷ്ടിച്ചു. അവന് വേറെ ഒരു പരിപാടിയില്ല. അവന്റെ ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അവന് ഒരു സമയമാകുമ്പോൾ ദാവീദിന്റെ കൈ കൊണ്ട് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നതല്ല, ചെറിയ ഒരു ഉണക്ക കല്ലുകൊണ്ട് എറിഞ്ഞ് തള്ളിയിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ എറിയിൽ അവന്റെ കാര്യത്തിന് തീരുമാനമായി. ഹല്ലേലൂയ. സ്തോത്രം. അവൻ അന്ന് വരെ ജീവിച്ചതെല്ലാം വെറുതെ. അവൻ കളരിപ്പയറ്റ് പഠിക്കാൻ പോയത് വെറുതെ. 25 വർഷം കളരിപ്പയറ്റ് പഠിച്ചു, പക്ഷേ ഒറ്റയടി നടക്കഥ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്തൊക്കെ അഭ്യാസം പഠിച്ചെന്ന് അവനെ തന്നെ അറിയാം. രാവിലെ മുതൽ അവൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കരിപ്പെട്ടിയും കഞ്ഞിവെള്ളവും കുടിച്ച് 100 മീറ്റർ ഓടി ജിമ്മിൽ ചെന്ന് അവൻ അടിച്ച് പെരുക്കി റെഡിയാക്കിയ സകലത് ഒറ്റയടിയിൽ തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവൻ വാളെടുത്ത് പയറ്റി. ഹല്ലേലൂയ. ഏതെല്ലാം ചുവട്, ഏതെല്ലാം കരണം കുത്തി മറിഞ്ഞു, ഏതെല്ലാം രീതിയിൽ തിങ്ങിക്കയറി എന്തെല്ലാം ചെയ്തു. അവൻ ബോക്സിങ്ങിന്റെ സംഭവം വെച്ച് ഇടിച്ചു പിടിച്ചു എല്ലാം പഠിച്ചു. പക്ഷെ ഒരു ചെറിയ ബാലം ഒന്ന് ഒറ്റയേറി നടക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നിന്നെ കൈവിട്ട് കഴിഞ്ഞാൽ നിന്റെ പരിപാടി തീർന്നു, നിന്റെ എല്ലാ അഭ്യാസവും തീർന്ന. അതുകൊണ്ട് ഞാൻ പറയാം, വെറുതെ ഇവിടെ ഇതിനകത്തുള്ള പയ്യന്മാർ ബോക്സിങ്ങും കരാട്ടയും കുംഫുവൊന്നും പഠിക്കാൻ പോകണ്ട. ഏതെങ്കിലും ഊതിയ പറന്നു പോകുന്നവൻ ഒറ്റയടിക്കുന്ന ഈ തറയിൽ വീഴും. ഹല്ലേലൂയ. ഇതൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. തന്റെ ഇടമുള്ള ഒരുത്തം വന്ന് നിന്ന് ഒറ്റ ഊത്തിന് നീ പോവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ എല്ലാം തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവനെ സൃഷ്ടിച്ചതേ ദാവീദിനെ മഹത്വപ്പെടുത്താൻ. അതുകൊണ്ട് പലരും നമുക്ക് വേണ്ടി ദൈവം വിളിയുള്ളവന് വേണ്ടി ചിലതൊക്കെ ജനിച്ചിട്ടുണ്ട്. അവന്റെ കുരുട്ട് കണ്ണ് തുറക്കാൻ, അവന്റെ വളഞ്ഞ കൈ നേരെയാക്കാൻ, അവന്റെ തളർവാദം സൗഖ്യമാക്കാൻ, അവനെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വിളിയുള്ളവന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അവനിലൂടെ മഹത്വം വെളിപ്പെടുത്താൻ ഈ നാടുകളിൽ ചിലരെയൊക്കെ നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. നിന്നിൽ ദൈവം ഉണ്ടെന്ന് കാണിക്കാൻ ചിലരെയൊക്കെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. നിന്റെ അയൽവാസി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിന്റെ അകത്തുള്ള അഭിഷേകത്തെ അവൻ കാണാൻ പോവുക. നിന്റെ ബന്ധുക്കൾ നിന്നെ വെല്ലുവിളിക്കുന്ന എന്തിനാ? നിന്റെ അഭിഷേകത്തെ അവൻ കാണാൻ പോവുക. മന്ത്രവാദി നിന്നെ വെല്ലുവിളിക്കുന്ന എന്തിനാ? നിന്റെ പ്രാർത്ഥനയുടെ പവർ അവർ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇന്നത്തെ ശത്രുക്കൾക്കായി കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നത്തെ നിന്റെ രോഗം, ഇന്നത്തെ കടഭാരം, ഇന്നത്തെ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, ശത്രുക്കൾ, നിനക്ക് വിരോധമായ
സാഹചര്യങ്ങളെ നോക്കി അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ കരമടിച്ചാട്ടെ. നീ ആരാണെന്നും നിന്റെ അകത്ത് വ്യാപരിക്കുന്നവൻ ആരാണെന്നും തിരിച്ചറിയാൻ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇവൻ നേരെ ചെന്ന ജ്യേഷ്ഠന്മാർക്ക് ടിഫിൻ ബോക്സ് കൊടുത്തപ്പോൾ എന്താ ചേട്ടാ ഇവിടെ പ്രശ്നം? അതൊരു 40 ദിവസമായി ഒരുത്തം വന്ന് അഭ്യാസം കാണിക്കുന്നു. ദാവീദ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാള്, കുന്തം, കുറുവടി, നെടുവടി, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ എന്തിനാണ്? പ്രൈസ് ദി ലോർഡ്. അവരറിഞ്ഞു ചുമ്മാ വീശി രസിക്കാൻ. ഹല്ലേലൂയ. അവൻ്റെ അടുത്ത് എന്താ പോകുന്നത്? അവൻ എല്ലാം കൂടെ വലിച്ച് ഓടിച്ച് എന്നെയും വലിച്ചോടിച്ച് വിടും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അടുത്ത് പോയാൽ LBW ആയി ചോരിൽ ഒട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു രക്ഷയില്ല അവൻ്റെ അടുത്ത് പോകാൻ. കാണുമ്പോഴേ പേടിയാ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, എന്തൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിലും ദൈവം കൈവിട്ട ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കാനേ പറ്റും. ചില ആൾക്കാർ കടാര കൊണ്ട് നടക്കും, പ്രൈസ് ദി ലോർഡ്, ടോർച്ച് കൊണ്ട് നടക്കും, എന്തെല്ലാം കൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആരെങ്കിലും വന്ന് വരുമ്പോൾ കടാര ഉള്ള കാര്യം മറന്നു പോകും, പേടിച്ച്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പേടിച്ച് ഇടപാട് തീർന്ന് കടാര കയ്യിലിരിക്കുന്ന കാര്യം മറന്ന് അവൻ അടിച്ചിട്ട് പോവുകയും ചെയ്യും. പോയതിന് ശേഷം പോകുന്ന എൻ്റെ കയ്യിൽ പിച്ചാത്തി ഉണ്ടായിരുന്നല്ലോ, 35-40 വർഷം കൊണ്ട് ഉണക്ക പിച്ചാത്തി കൊണ്ട് നടക്കുന്നു ഇടുപ്പിൽ. എന്തിനാ? പ്രൈസ് ദി ലോർഡ്. ഒരിക്കല് നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾ വെട്ടോത്തി എന്നും തേച്ച് റെഡിയാക്കി തലയുടെ അടിയിൽ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ വെട്ടോത്തിരാജ് മറന്നുപോയി, ഓടി മതില് ചാടി ഓടുന്നു. അപ്പൊ ഇതിനൊന്നും ഒരു കാര്യമില്ല ദൈവമക്കളെ. ദൈവം നമ്മളെ കൈവിട്ട എല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, ചിരിച്ച് ഇടപാട് തീരുന്ന കാര്യങ്ങൾ. ദൈവമക്കളെ, നമ്മുടെ മാനുഷികമായി നമ്മൾ ഓരോന്ന്, പക്ഷേ ഇതെല്ലാം ദൈവം തകർത്ത് കളയും. അപ്പോൾ ദാവീദ് പറഞ്ഞു, ചേട്ടന്മാരെ ഈ അഭ്യാസങ്ങളൊക്കെ പഠിച്ചു, ഇത്രയും തണ്ടും തടി ആരോ എന്നെ അടിക്കാനല്ലാതെ ഈ ആണുങ്ങളോട് നീ ഒന്ന് അടിച്ച് ചെയ്യുക. ഈ പാഷന്മാരെയൊക്കെ അടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇതാ. ഇവിടെ ഏതോ ഒരു പ്രാന്തൻ കുറച്ച് ദിവസം കൊണ്ട് വന്ന ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനും മക്കളും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഞാൻ അറിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കാര്യങ്ങൾ കൊള്ളയടിക്കാൻ പോവുകയാണ്. ദാവീദിനെ നടന്നു വന്നപ്പോൾ ദാവീദിനെ കല്ലെറിയാനും ശപിക്കാനും കാറി തുപ്പാനും വേണ്ടി ഒരു ശിവായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനും വന്ന് മെന്റലിനെ പറഞ്ഞു വിട്ടു പിശാച്. അതിൻ്റെ അർത്ഥം രാജാവാകാൻ പോവുകയാണ്. വലിയ മഹത്വം, ഗ്ലോറി ഇറങ്ങി നിൽക്കുകയാണ് നെടുമങ്ങാട്. പ്രൈസ് ദി ലോർഡ്. ദേശം പിടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പിശാച് ഇളകി ചിലരെയൊക്കെ നമ്മളെ ചീത്ത വിളിക്കാൻ വിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്നെ നോക്കി അപരാധം പറയും, അപവാദം പറയും, ചീത്ത പറയുന്നവനെ നോക്കി നീ കുറെ അങ്ങ് ചിരിക്കണം. കാരണം അവനെ ദൈവം വിട്ടത് നമ്മളെ രാജാവാക്കാനാ. രാജകീയ അഭിഷേകം നമ്മുടെ മേൽ വരാൻ സമയമായി. റോയൽ അനോയിന്റിംഗ് വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദാവീദ് പറഞ്ഞു, ചേട്ടന്മാരെ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. അപ്പോഴവർക്ക് ദേഷ്യം വന്നു. എടാ, നിന്റെ അഹങ്കാരം ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ആകപ്പാട് ഇത്രേ ഉള്ളുവെങ്കിലും നിന്റെ 3.5 അടി പൊക്കമുള്ള നിന്റെ അഭ്യാസം, നിന്റെ അഹങ്കാരം ഒന്നും ഇവിടെ കാണിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ 6 അടി പൊക്കമുള്ള ഞങ്ങൾക്ക് സാധിക്കാത്തതാണോ 3.5 അടി പൊക്കമുള്ള നിനക്ക് സാധിക്കുന്നത്? ഓടിക്കോ. ടിഫിൻ ബോക്സ് എടുക്കാൻ ആരോഗ്യമില്ല, അത് നടന്ന് കൊണ്ടുവന്നപ്പോഴേ ഇവർ അയക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവനാണ് ദാവീദിനോട് വെല്ലുവിളിക്കുന്നത്. ഓടിക്കോ എന്ന് പറഞ്ഞു. ഇവൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ആണെങ്കിൽ അവനെ തകർത്തിരിക്കും. അഗ്രചർമ്മിയായ ഇവന് ഇസ്രായേൽ ജനത്തിനോട് വെല്ലുവിളിക്കാൻ ഇവൻ ആര് എന്നൊക്കെ പറഞ്ഞ് വീരപരാക്രമങ്ങൾ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് നാട്ടുകാരെല്ലാം അറിഞ്ഞു, അറിയേണ്ടവൻ അറിഞ്ഞു, രാജാവ് അറിഞ്ഞു. രാജാവ് മരിക്കുന്നതിന് മുമ്പ് അവൻ വരട്ടെ, അവൻ്റെ ആഗ്രഹം സാധിച്ചു. ഒരുത്തനെങ്കിലും അവൻ്റെ കൈ കൊണ്ട് ചാവുമ്പോൾ നമുക്ക് സന്തോഷമാകുമെന്ന് വിചാരിച്ച് ശൗൽ എന്ത് ചെയ്തു? അവനെ വിളിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശൗല് പറഞ്ഞു, നേരെ ഇഞ്ഞ് വരാൻ പറഞ്ഞു. ദാവീദ് അവിടെ ചെന്ന് ദാവീദിന്റെ അവിടെ അപ്പ ചോദിക്കുകയാണ്, എന്താ ഇത്രയും തൻ്റെ ഇടമൊക്കെ നിനക്ക് കിട്ടാൻ കാരണം? ഇതിനു മുമ്പ് ആരെങ്കിലും നീ അടിച്ചിട്ടുണ്ടോ, യുദ്ധം ചെയ്തിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ കാട്ടിനകത്തായിരുന്നപ്പോൾ ഒരു സിംഹം എൻ്റെ മേൽ ചാടി വീണു. എൻ്റെ മേലല്ല, നേരെ എന്ത് ചെയ്തു? ആട്ടിൻകുട്ടിയെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യം പിടിക്കുന്നത് ആരെയാ? പ്രൈസ് ദി ലോർഡ്. ആരെയാ പിടിക്കുന്നത്? ആട്ടിൻകുട്ടിയെ ചാടി പിടിച്ചു.
അപ്പോൾ അഭിഷേകമുള്ളവൻ പല്ലടിച്ചങ്ങ് തകർത്തു. സിംഹത്തിന്റെ പല്ലടിച്ച് തകർത്തെന്നാ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ദാവീദ് പിന്തുടർന്ന് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനെ വിട്ടില്ല. അയ്യോ, സിംഹം ചാടി വീണു, ആടിനെ കൊണ്ടുപോയി. ഇതിന് മുമ്പായിരുന്നെങ്കിൽ ദാവീദ് ഈ സിംഹം ഓടുന്നതിനേക്കാളും വേഗത്തിൽ 100 മൈൽ സ്പീഡിൽ ഓടി രക്ഷപ്പെട്ടനെ. പക്ഷെ ഇപ്പൊ ആത്മസാന്നിധ്യം വന്നിരിക്കുകയാണ്. ആ സിംഹമല്ല, ലോകത്തിന്റെ സിംഹമല്ല, യഹൂദ ഗോത്രത്തിലെ സിംഹം ദാവീദിന്റെ അകത്ത് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ അകത്ത് വരുമ്പോൾ ലോകത്തിന്റെ സിംഹം ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ പല്ലില്ലാത്ത സിംഹം കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു അടിച്ചു തകർത്ത, പല്ല് തകർത്ത ആ സിംഹം ഇന്നും ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞു നടക്കുക. കേട്ടോ, അടുത്തൊരു കരം കൊടുത്ത് പറ, ഇന്നും സിംഹമുണ്ട്, പല്ല് പക്ഷെ പല്ലില്ല. പല്ല് ആരടിച്ചു തകർത്തു? നമ്മുടെ കർത്താവ് കാൽവരിയിൽ അടിച്ച് തകർത്തു. ആ സിംഹം നിന്നെ വിഴുങ്ങാൻ വരുമ്പോൾ നീ പേടിക്കരുത്. അതിന് വിഴുങ്ങാനേ പറ്റൂ, ചവയ്ക്കാൻ പറ്റത്തില്ല, പല്ല് പോയി. മനസ്സിലായോ? ഇപ്പോഴും സിംഹമുണ്ട്, പക്ഷേ 99-100 വയസ്സായ അപ്പച്ചനും അമ്മച്ചിയും പല്ലില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ തിന്നുന്നതിനേക്കാൾ വേഗത്തിൽ അവരങ്ങ് കഴിക്കും. ഹാലൊരു ഒറ്റ വിഴുങ്ങല. 2 സൈഡിൽ കൂടെ ചിലപ്പോൾ തെറിക്കാൻ വഴിയുണ്ട്, പക്ഷേ ഹാലലിയ അവര് വായിക്കാത്തോട്ട് വെക്കുന്നത് കാണാം. നമ്മൾ ചവച്ചക്കത്ത് വരുമ്പോൾ അവര് 1.5 പറ അരി അങ്ങ് തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ, സ്തോത്രം. അതുപോലെ സിംഹം വിഴുങ്ങാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്, പല്ലില്ലാത്ത സിംഹം. ഹാലലുയ. നീ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. ഈ പല്ലില്ലാത്ത സിംഹത്തെ കണ്ട് നീ പേടിക്കരുത്, ഓടരുത്. ഹാലലി. ആടിനെ വിഴുങ്ങാൻ വന്ന ഇവന് നിനക്ക് നേരെ വരുമ്പോൾ നീ അതിനെ വലിച്ചു കീറാനുള്ള ശക്തി ഇന്ന് പകൽ നിന്റെ അകത്ത് ദൈവം വച്ചിട്ടുണ്ട്. യെസ്, ലോകത്തിന്റെ സിംഹം നിനക്ക് വിരോധമായി വരുമ്പോൾ അതിനെ വലിച്ചു കീറാൻ ഹല്ലേലൂയ കർത്താവിനോട് പറയുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യത്തെ നീ പിന്തുടർന്ന് പിടിക്കാൻ പോവുക. നഷ്ടപ്പെട്ട സമ്പത്തിനെ നീ പിന്തുടർന്ന് പിടിക്കാൻ പോകുക. നഷ്ടപ്പെട്ട സൗന്ദര്യത്തെ നീ പിന്തുടർന്ന് പിടിക്കാൻ പോകുക. നഷ്ടപ്പെട്ട വസ്തുവകളെ നീ പിന്തുടർന്ന് പിടിക്കാൻ പോകുക. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട ചിലതിനെ, പിശാച് കൊണ്ടുപോയ ചിലതിനെ, നഷ്ടപ്പെട്ട ചിലതിനെ, ചിലപ്പോൾ ആരോഗ്യമായിരിക്കാം, ചിലപ്പോൾ വസ്തുവകളായിരിക്കാം, ചിലപ്പോൾ തലമുറകളായിരിക്കാം, ചിലപ്പോൾ കുടുംബ ജീവിതമായിരിക്കാം. തകർന്നതിനെ, നഷ്ടപ്പെട്ടതിനെ ഇന്ന് പകൽ പിന്തുടർന്ന് പിടിക്കാൻ അഭിഷേകമുള്ള ചിലർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ശക്തമായി കരങ്ങളെ ചേർത്തടിച്ച് ഓ ഗ്ലോറി, അധികാരത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ ചിലതിനെ പിന്തുടർന്ന് പിടിക്കാൻ, ചിലതിനെ പിന്തുടർന്ന് പിടിക്കാൻ ഒരു ആത്മാവിന്റെ ശക്തി പോലെ. Yes, receive the power.